പടക്കളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഒന്നാം ഘട്ടം നാളെ വിധി എഴുതാൻ പോവുകയാണ്. രണ്ടാം ഘട്ടം പരസ്യപ്രചാരണം അവസാനിപ്പിച്ച് 11-ന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ പോകുന്നു. പടക്കളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കേരളത്തിൻ്റെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതുരാഷ്ട്രീയ ചിത്രവും ചർച്ചകളും വളരെ സജീവമായി കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്ന്, വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിച്ചുകൊണ്ടിരുന്ന ഈ പടക്കളം പരമ്പര ഇവിടെ തൃശ്ശൂരിൽ വെച്ചാണ് അതിൻ്റെ അവസാന എപ്പിസോഡിലൂടെ പ്രേക്ഷകരെ ക്ഷണിക്കുന്നത് പടക്കളത്തിലേക്ക്. തൃശ്ശൂർ നഗരത്തിൽ നിന്നുമാണ് പടക്കളം ഇന്ന് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തുന്നത്. നമ്മൾക്ക് ഇന്ന് ഈ പടക്കളത്തിൽ നമ്മൾക്കൊപ്പം ചേരുന്ന മുന്നണി വക്താക്കളെ ആദ്യം പരിചയപ്പെടാം. ശ്രീ എം മുൻഷാർ, UDF, ശ്രീ KS റോസൽ രാജ്, LDF, ശ്രീ പ്രിൻറ്റു മഹാദേവ്, NDA. റോസൽ, ഈ നഗരസഭ LDF ആണ് ഭരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ തൃശ്ശൂരിന് രാഷ്ട്രീയമായി വലിയ ശ്രദ്ധയുള്ള ഒരു പ്രദേശമാണ്, ജില്ലയാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം നമ്മുടെ മുമ്പിലുള്ളൊരു സാഹചര്യമാണ്. ഇവിടെ LDF ആണ് ഈ കോർപ്പറേഷൻ ഭരിക്കുന്നത്. അവിടെ നിന്നൊരു അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മികച്ച ഭൂരിപക്ഷത്തോടെ നിങ്ങൾക്ക് ഈ ഭരണം തുടരാനാകുമോ? രണ്ട് മുന്നണികളും തൊട്ടപ്പുറവും ഇപ്പുറവും നിന്ന് ശക്തമായ വെല്ലുവിളി നിങ്ങൾക്കിവിടെ ഉയർത്തുന്നില്ലേ? തൃശ്ശൂർ നഗരസഭയെ സംബന്ധിച്ച്, കോർപ്പറേഷൻ സംബന്ധിച്ച് പറയുമ്പോൾ കേവലം 15 വർഷം മാത്രമാണ് തൃശ്ശൂർ കോർപ്പറേഷനും പഴയ നഗരസഭയ്ക്കും എല്ലാം കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്തിട്ടുള്ളൂ. തൃശ്ശൂർ നഗരത്തിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഈ 15 വർഷക്കാലത്ത് തന്നെ. നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് തൃശ്ശൂർ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടുത്തെ റോഡുകൾ മനോഹരമായി മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണമായ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി ഈ നഗരത്തിനുണ്ട്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഈ നാട്ടിൽ അങ്ങനെയല്ലായിരുന്നു. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിന് വലിയൊരു മാതൃകയാണ്, ലോകം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നൊരു മാതൃക നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റും. ലാലൂർ ഒരു മാലിന്യ കേന്ദ്രം ഇല്ലാതാക്കി അവിടെ IM വിജയൻ്റെ പേരിലുള്ള സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുന്നു. മനോഹരമായ ഒരു ഇൻഡോർ സ്റ്റേഡിയവും ഫുട്ബോൾ കോർട്ടും ടെന്നീസ് കോർട്ടും ബാസ്കറ്റ്ബോൾ കോർട്ടും അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളും പൗലിയൻ ഉൾപ്പെടെയുള്ള ഒരു സ്പോർട്സ് കോംപ്ലക്സ്, മനോഹരമായ സ്പോർട്സ് കോംപ്ലക്സ്. അതുപോലെ കോർപ്പറേഷൻ ആശുപത്രി വളരെ മനോഹരമായി അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു. ആ കോർപ്പറേഷൻ ആശുപത്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 3,60,000 ലിറ്റർ മാലിന്യജലം സംസ്കരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംവിധാനം ആ ആശുപത്രിക്കകത്തുണ്ട്. അവിടെ കാത്ത് ലാബ് സംവിധാനങ്ങളുണ്ട്, വിവിധ ലാബ് സംവിധാനങ്ങൾ. പ്രസവത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രി ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ കോർപ്പറേഷൻ ആശുപത്രിയാണ്. അതുപോലെ കുടിവെള്ള പദ്ധതിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, റോഡുകളുടെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ഈ നമ്മുടെ ബസ് സ്റ്റോപ്പുകളെല്ലാം അതിമനോഹരമായി ബസ് സ്റ്റോപ്പുകൾ കാണാൻ വേണ്ടി പറ്റും. വൈഫൈ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ മ്യൂസിക് കേൾക്കാൻ വേണ്ടി പറ്റുന്ന സൗകര്യങ്ങൾ. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ലേണിംഗ് സിറ്റിയാണ് തൃശ്ശൂർ. യുനെസ്കോയുടെ ലേണിംഗ് സിറ്റി പട്ടികയിൽ ഇന്ത്യയിൽ 3 നഗരങ്ങളുള്ളൂ, അതിലൊരു നഗരമാണ് തൃശ്ശൂർ നഗരം. അതുപോലെ തന്നെ സൗന്ദര്യവൽക്കരണത്തിൻ്റെയും അതുപോലെ ഗതാഗത കുരുക്കുമെല്ലാം മാറ്റാൻ വേണ്ടി പറ്റുന്ന ആകാശപാത ശക്തൻ നഗറിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. തൃശ്ശൂർ നഗരത്തിൽ പൂരം സംഘടിപ്പിക്കുന്നത് മനോഹരമായി നമുക്ക് സംഘടിപ്പിക്കുന്നതിൻ്റെ ഒരു ക്രെഡിറ്റ് തൃശ്ശൂർ കോർപ്പറേഷൻ നന്നായിട്ടുണ്ട്. മാലിന്യ സംസ്കരണവും അതിൻ്റെ ശുചീകരണവും എല്ലാം മനോഹരമായി നമ്മുടെ നാടിനകത്ത് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. പുലിക്കളി മനോഹരമായി നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നു. അങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇവിടെ തൃശ്ശൂർ നഗരത്തിൽ LDFന് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. മറിച്ച് കോൺഗ്രസ്സിന് ഒരു വികസന പദ്ധതി പോലും, ഒരു പ്രവർത്തനം പോലും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുന്ന പ്രവർത്തനം തൃശ്ശൂർ നഗരത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതല്ല. ഞാൻ മുൻഷാറിലേക്ക് വരുമ്പോൾ, മുൻഷാർ, നമുക്കറിയാം തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭൂരിപക്ഷത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ, LDFനെ സംബന്ധിച്ച് LDF ആണ് ഭരിച്ചതെന്ന് പറയുമ്പോൾ പോലും അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ നിന്നിട്ടും 5 വർഷക്കാലം ഇത്രയൊക്കെ കാര്യങ്ങൾ മികവോടെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് ജനങ്ങളോട് പറയാൻ ഈ ചർച്ചയിൽ ഇപ്പോൾ റോസലിന് പറയാനും കഴിയുന്ന വിധത്തിലേക്ക് അടുക്കും ചിട്ടയോടെ മുന്നോട്ട് പോയി 5 വർഷത്തെ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ വിലയിരുത്തിയാൽ മുൻ വർഷത്തെ പോലെ 2020-25 പോലെ ഭൂരിപക്ഷമൊന്നുമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകാതെ നല്ല മാർജിനിൽ LDFന് ജയിച്ചു വരാൻ കഴിയും എന്ന് LDF വിലയിരുത്തുകയാണല്ലോ തൃശ്ശൂരിൽ. കോൺഗ്രസിനും UDFനും എങ്ങനെ ഒരു കൗണ്ടർ ചെയ്യാൻ കഴിയുന്നു? കേവലം പ്രഖ്യാപനങ്ങൾ മാത്രമായിരുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തിയാൽ ഈ കഴിഞ്ഞ കുറച്ചു കാലത്തെ ഭരണത്തെ വലിയ വികസന നേട്ടമായി ഉയർത്തി കാണിക്കുമ്പോൾ നഗരത്തിൻ്റെ അവസ്ഥ മാത്രം നോക്കിയാൽ മതി. റോഡുകളുടെ വികസനം എന്ന് പറയുന്നത് വിരലിലെണ്ണാവുന്ന റോഡുകൾ പിന്നെ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല റോഡുകൾ എന്നാണ് റോസൽ പറഞ്ഞത്. എന്നാൽ അതിൽ കൂടുതൽ ഗതാഗത കുരുക്കാണ്.
15 മിനിറ്റ് പട്ടണത്തിലൂടെ യാത്ര ചെയ്താൽ, തൃശ്ശൂർ നഗരത്തിലൂടെ യാത്ര ചെയ്താൽ അത് മനസ്സിലാവുന്നതാണ്. കുടിവെള്ളത്തിന് പറഞ്ഞു, സംസ്ഥാനത്ത് തന്നെ സ്വന്തമായിട്ട് വെള്ളവും വെളിച്ചവും വിതരണം ചെയ്യുവാനുള്ള അധികാരമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആകെ ഒരു കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. അതിലെ വിതരണത്തിൽ വന്നിട്ടുള്ള പാളിച്ചകൾ, അത് പീച്ചിയിൽ നിന്നുള്ള വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി പൈപ്പിടൽ നടത്തി. ഈ പൈപ്പിട്ട ഇടം ഏതാണെന്ന് പോലും മനസ്സിലാവാത്ത അവസ്ഥയാണ്. ആ പൈപ്പുകൾ ഇട്ടതല്ലാതെ നഗരത്തിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമാണ്. അത് പൈപ്പിട്ടത് കൂടാതെ ആ പൈപ്പിലൂടെ വെള്ളം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ പറയുന്ന ഈ പടിഞ്ഞാറക്കോട്ടയിൽ നിന്ന്, കളക്ടറേറ്റിൽ നിന്ന് പടിഞ്ഞാറക്കോട്ട വരെയുള്ള മോഡൽ റോഡ് വളരെ ശ്രദ്ധേയമായ ഒരു വികസനമായിരുന്നു UDF കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒട്ടനവധി ഫ്ലൈ ഓവറുകൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിലും അതോടൊപ്പം തന്നെ കോർപ്പറേഷനും പ്രഖ്യാപിക്കുകയുണ്ടായി. അതൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഗതാഗത കുരുക്കിന് ഒരു ശാശ്വത പരിഹാരം കാണുവാൻ കഴിയാത്തൊരവസ്ഥയാണ്. റോഡുകളായിക്കൊള്ളട്ടെ, കാനകളായിക്കൊള്ളട്ടെ, ഈ ഒന്ന് മഴ പെയ്താൽ ഈ പട്ടണത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത കാൽനട യാത്രക്കാർക്കോ വാഹനങ്ങൾക്കോ പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. ടൂ വീലറിന് പകരമായിട്ട് കാറുകളടക്കം ഓഫ് ആവുന്ന അവസ്ഥയാണ് നഗരത്തിലേക്ക് വന്നാൽ മഴക്കാലത്ത്. മുൻഷാർ ഇപ്പം ചിരിച്ചത് എന്തായിരുന്നു? കേട്ടിട്ടാണോ ചിരിച്ചത്? മുൻഷാർ, ഇതിലൊരു കാര്യം ഞാൻ പറയാൻ വന്നതേ, നിങ്ങൾ ഈ എല്ലാം പ്രഖ്യാപനമാണെന്ന് പറയുമ്പോൾ, ഞാനൊരു തൃശ്ശൂരുകാരനല്ല, പക്ഷേ എനിക്കൊരു പ്രത്യേകത തോന്നിയ, ഇതുപോലെ കോട്ടയം നഗരത്തിൽ, കോട്ടയം പട്ടണത്തിൽ ഇങ്ങനെ ഒരു ആകാശത്ത് ഇതുപോലെ സഞ്ചരിക്കാൻ കഴിയുന്ന അതിഗംഭീരമായൊരു സ്ഥലം, പ്രിൻറ്റുനൊക്കെ അറിയായിരിക്കും, യാത്ര ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടാവും. കോട്ടയം നഗരത്തിന് ഇങ്ങനെ ഒരു അലങ്കാരമൊന്നും പറയാൻ കഴിയില്ല. അതിപ്പോൾ പടവലങ്ങ പാലം എന്നാണ് ആളുകൾ പറയുന്നത്. പ്രാവ് കൂടുകൂട്ടി, അതുപോലെ തന്നെ അത്യാവശ്യം പച്ചക്കറി കൃഷി ചെയ്യാവുന്ന രീതിയിൽ എങ്ങും പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു, അതായത് മുൻഷാർ പറഞ്ഞ കൃത്യം പ്രഖ്യാപനമാണ്. പ്രഖ്യാപനത്തിൽ നിൽക്കുന്ന ഈ ഇതെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് എന്ന് മനുഷ്യൻ്റെ തലയിൽ വീഴുമെന്ന് അറിയാത്ത നിലയിൽ നിൽക്കുന്ന പ്രഖ്യാപനം. ഇവിടെ ഞാൻ വന്നപ്പോൾ അപ്പുറത്ത് ശക്തൻ ഈ സ്റ്റാൻഡിൻ്റെ സൈഡിൽ വളരെ ഭംഗിയായ ഒരു ആകാശപാത കണ്ടു. അതൊരു പ്രഖ്യാപനമാണ്. അത് പ്രാവർത്തികമായതല്ലേ മുൻഷാറെ? അങ്ങനെ കോട്ടയത്തെ ഉദാഹരണം പറയുമ്പോൾ അതേപോലെ തന്നെയുള്ള ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്. ആധുനിക രീതിയിൽ കേരളത്തിൽ നടപ്പാക്കിയ പല പദ്ധതികളും പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. തിരുവഞ്ചൂരിന്റെ പ്രഖ്യാപനത്തിൽ അത് ഒരിക്കലും പൂർത്തിയാകാത്ത ഒരു നഗരത്തിന് ബാധ്യതയായി കോട്ടയത്ത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണല്ലോ. ഒറ്റപ്പെട്ട സംഭവമാണ് കേരളത്തിനകത്ത്. അതെ, പാലാരിവട്ടം പാലം നിങ്ങൾ എല്ലാ കാലത്തും പറയുന്നതാണ്. അതുപോലെ കേരളത്തിൽ തകർന്നു വീണ പാലങ്ങളുടെ എണ്ണം നോക്കിയാൽ അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ സമയം ഉണ്ടാകില്ല. കാരണം ഏറ്റവും കൂടുതൽ പാലങ്ങൾ തകർന്നു വീണിട്ടുള്ളത് ഇടതുപക്ഷ മുന്നണി കേരളം ഭരിക്കുമ്പോഴാണ്. പറയുന്നു ഏത് പാലങ്ങളെ തകരാത്ത? കഴിഞ്ഞ ദിവസം നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാഷണൽ ഹൈവേ ഇടതു മുന്നണിയുടെ അഭിമാനമായിട്ട് പിന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകള് നാഷണൽ ഹൈവേ കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിട്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ നടക്കുന്ന അപകടങ്ങള് അതിന് ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നതാണ്. ശരി, ഏതായാലും അതിലൊരു വ്യത്യാസമുണ്ട്. ഞാൻ ഒരു പദ്ധതി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൈമാറിയ ശേഷം അത് സുരക്ഷിതമല്ല എന്ന് കണ്ട് കോടതി അടക്കം ഇടപെട്ട് പൊളിക്കുന്ന നിലയാണ് നമ്മൾ പാലാരിവട്ടത്ത് കണ്ടത്. അതേസമയം നിർമ്മാണത്തിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപാകതകളും പ്രശ്നങ്ങളും വരുമ്പോൾ ഉണ്ടാകുന്നത് നിർമ്മാണ ഘട്ടത്തിലാണ്. നിർമ്മാണം കഴിഞ്ഞ് കമ്മീഷൻ ചെയ്ത് അതിന് വരുന്ന അപകടം അത് മറ്റൊരു തരത്തിൽ ഗൗരവമുള്ള. പാലാരിവട്ടത്ത് നമ്മൾ കണ്ടത് അതാണ്. ഇതിലൊരു വ്യത്യാസം അതാണ്. പോട്ടെ, പ്രിൻറ്റു, എന്താണ് പ്രിൻറ്റുവിൻ്റെ അവകാശവാദം? ഇപ്പോൾ ലോക്സഭയിൽ നിങ്ങൾ ജയിച്ചു, കേന്ദ്ര സഹമന്ത്രിയായി സുരേഷ് ഗോപി നിൽക്കുന്നു. അതിൻ്റെ തുടർച്ചയിൽ വരുന്നൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ്, കോർപ്പറേഷനിൽ നിങ്ങൾക്ക് ഇപ്പം നോക്കിയാൽ സീറ്റ് കുറവാണ്. എന്താണ് പ്രിൻറ്റുവിൻ്റെ അവകാശവാദം? അല്ല, ഞങ്ങൾ അവകാശവാദങ്ങളല്ല പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ കോർപ്പറേഷൻ്റെ അനന്തമായ വികസന സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ പ്രാമുഖ്യം കൊടുക്കുന്നത്. മാറി മാറി ഭരിച്ചിട്ടുള്ള രണ്ട് മുന്നണി സംവിധാനങ്ങളും തൃശ്ശൂരിൻ്റെ വികസന സാധ്യതകളെ കൃത്യമായി പ്രയോജനപ്പെടുത്തിയില്ല. അതുകൊണ്ട് വികസിത തൃശ്ശൂർ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെ BJP തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കോർപ്പറേഷനിൽ നേരിടുന്നത്. സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് BJPയിൽ വിശ്വാസമുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് തൃശ്ശൂർ കോർപ്പറേഷന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള അമൃത് പദ്ധതി, നേരത്തെ റോസൽ രാജ് പറഞ്ഞു പല വികസന പദ്ധതികളും നടപ്പിലാക്കിയെന്ന്. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. വികസന പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള പണം ലഭിച്ചത് കേന്ദ്രത്തിൻ്റെ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അദ്ദേഹം പറഞ്ഞു പല പദ്ധതികളും ആരംഭിച്ചിട്ടുണ്ട്, പക്ഷേ ആരംഭിച്ച പദ്ധതികളൊന്നും തന്നെ ഫലം കണ്ടില്ല, പൂർത്തീകരിച്ചില്ല. അദ്ദേഹം നേരത്തെ പറഞ്ഞു ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ലാലൂർ ഞങ്ങൾ ക്ലീനാക്കി അവിടെ IM വിജയൻ്റെ സ്റ്റേഡിയം പണിതു പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം, ഇന്നും ശാസ്ത്രീയമായിട്ട് മാലിന്യ സംസ്കരണം നടക്കാത്ത
കേരളത്തിലെ ഏക കോർപ്പറേഷൻ അത് തൃശ്ശൂർ കോർപ്പറേഷനാണ്. ഞാനൊരു സജഷൻ അല്ല, ഒരു കാര്യം ഒന്ന് പ്രിന്റിനോടാണ്. അതായത് നമ്മുടെ വാർത്തയിൽ നിന്നാണ് അത് പറയുന്നത്. വൃത്തി കോൺക്ലേവ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അതിഗംഭീരമായ ഒരു പരിപാടി നടന്നിരുന്നു. അതിൽ പരാമർശിക്കപ്പെട്ടതും ഏറ്റവും മികവോടെ പോകുന്ന നിലയിലും അഭിനന്ദനാർഹമായ പരാമർശം കിട്ടിയ ഒരു കോർപ്പറേഷനാണ് തൃശ്ശൂർ എന്നുള്ളതാണ് വാർത്തയിൽ നിന്ന് ഞാനൊന്ന് മനസ്സിലാക്കിയത്. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങ് ആ വാർത്ത കണ്ട സമയം അങ്ങ് എപ്പോഴാണെന്ന് ഓർക്കണം. ഈ സമീപകാലത്താണ്. ഇപ്പൊ നോക്കണം, ഈ തൃശ്ശൂർ കോർപ്പറേഷന്റെ പരിധിയിൽ മാസത്തിനപ്പുറം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ട് കുരിയച്ചിറ ശക്തൻ ബയോഗ്യാസ് പ്ലാന്റ്, OWC പ്ലാന്റുകൾ തുടങ്ങി 9ഓളം പ്ലാന്റുകളുണ്ട്. ഈ 9 പ്ലാന്റുകളും പ്രവർത്തനരഹിതമാണ്. ശരത് സാറെ, ഞാൻ ഇപ്പോൾ പറയാണ്, നിങ്ങളുടെ മീഡിയ ആളുകൾ ഈ ശക്തനിൽ വലിയ രീതിയിലൊരു ബയോഗ്യാസ് പ്ലാന്റ് ഇവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. അവിടെ പ്രവർത്തനക്ഷമമാണ്. മറ്റൊരു ലാലൂരായിട്ട് ശക്തൻ മാർക്കറ്റിന് സമീപം 10,000-കണക്കിന് ആളുകൾ വന്നു ചേരുന്ന സമയത്ത് മറ്റൊരു ലാലൂർ പോലെ മാലിന്യമല ഉയരുകയാണ്. പ്രിന്റു, അത് പറയുമ്പോൾ ലാലൂർ കേരളം തന്നെ ഏറ്റവും അധികം വേദനിക്കുകയും ലജ്ജിക്കുകയും ചെയ്ത ഒരു കുപ്പത്തൊട്ടിയായിരുന്നു. തൃശ്ശൂരിന് പോലും അവിടുത്തെ മനുഷ്യരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ, എത്ര കാലത്തെ വാർത്തയും പ്രശ്നങ്ങളുമായിരുന്നു. അങ്ങനൊരു പ്രദേശം മാറുന്നു, അത് നാടിനൊരു അഭിമാനകരമല്ലേ? അവിടെ നമ്മുടെ കറുത്ത മുത്ത് IM വിജയന്റെ പേരിൽ ഒരു സ്പോർട്സ് കോംപ്ലക്സ് വരുന്നു. അഭിമാനിക്കുന്ന പ്രിന്റുവിന്റെ തൃശ്ശൂരിൽ നിന്ന് ലാലൂരിലേക്ക് 8 കിലോമീറ്റർ ഉണ്ട് സാർ. ഈ 8 കിലോമീറ്റർ പരിധിയിലായിരുന്നു മാലിന്യം ഉണ്ടായിരുന്നത്. ആ മാലിന്യങ്ങൾ മുഴുവൻ നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന ചർച്ച ചെയ്യുന്ന 1 കിലോമീറ്റർ അപ്പുറത്ത് ഡംപ് ചെയ്ത് അത് സംസ്കരണം നടത്തുന്നില്ല. ഞാൻ പറഞ്ഞത് വലിയൊരു കാലയളവിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നത്തെ ഈ കാലയളവിൽ ലാലൂരിന്റെ പ്രശ്നത്തെ പരിഹരിച്ചു എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ലാലൂരിന്റെ പ്രശ്നത്തെ പരിഹരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്. ചെറിയ ചെറിയ ലാലൂരുകാർ തൃശ്ശൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഉയരാണ്. പ്രിന്റുവിന്റെ വിമർശനം അതാണ്. ഒന്ന് ഇവിടെ റോസൽ, നിങ്ങളാണ് ഭരിക്കുന്നത്. അതിൽ രസകരമായ കാര്യം വെച്ചാൽ നിങ്ങളുടെ ഭൂരിപക്ഷം എത്രയാണെന്ന് ചോദിച്ചാൽ 1 അത് മേയറുമാണ്. അത് ശ്രീ വർഗീസ് മേയറുമായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇവിടെ പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ. കുടിവെള്ള പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു, ഗതാഗത പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ലാലൂരിൻ്റെ മാറ്റം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ, അംഗീകരിക്കുമ്പോൾ തന്നെ പ്രിന്റു ചൂണ്ടിക്കാട്ടിയത് മാലിന്യ പ്രശ്നം നഗരത്തിനകത്തുണ്ട് എന്നാണ്. തൃശ്ശൂർ നഗരത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഇതിൻ്റെ എല്ലാ സത്യസന്ധമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഗതാഗത കുരുക്ക് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. ഈ പരിപാടി നടക്കുന്ന തൊട്ട് മുന്നേ ഇവിടെ ഈ പട്ടാളം, ഈ റോഡ്, പോസ്റ്റ് ഓഫീസ് റോഡ് എങ്ങനെയായിരുന്നു എന്ന് തൃശ്ശൂർ നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾക്കറിയാം. വളരെ തിരക്ക് പിടിച്ചൊരു സ്ഥലം. അവിടെ പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു, പൊളിച്ച് അവിടെ വീതി കൂട്ടി ഇന്ന് ബ്ലോക്കൊന്നും ഇല്ലാതെ സഞ്ചരിക്കുന്ന ഒരു കേന്ദ്രം. ഒരു ഉദാഹരണം ഞാനത് പറഞ്ഞു. അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു. തൃശ്ശൂർ നഗരത്തിന് കോർപ്പറേഷന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുമ്പോൾ ടാങ്കർ ലോറിയിലാണ് ഇവിടെ കുടിവെള്ളം എത്തിച്ചിരുന്നത്. ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഒരു ടാങ്കർ ലോറിയിൽ പോലും ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിൽ വെള്ളം എത്തിക്കേണ്ട സ്ഥിതിയില്ല. അതായത് തൃശ്ശൂർ നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾ പറയില്ല. തൃശ്ശൂർ നഗരത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ പോലും കുടിവെള്ള ക്ഷാമം എന്ന് പറയില്ല. എല്ലാ പൂർണ്ണമായി 100% എന്ന് ഞാൻ അവകാശപ്പെടില്ല. 95%. 80 കോടി രൂപയാണ് ഞാൻ പറയുള്ളൂ. കുടിവെള്ള ശുദ്ധീകരണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. നമ്മള് കേന്ദ്ര പദ്ധതി, വിവിധ കേന്ദ്ര പദ്ധതികളുണ്ട്. ആ കേന്ദ്ര പദ്ധതി പ്രൊജക്റ്റ് തയ്യാറാക്കി തൃശ്ശൂർ നഗരത്തിലേക്ക് കൊണ്ടുവന്ന് നടപ്പിലാക്കുന്നത് ആരാ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. BJPയുടെ ഫണ്ടല്ല കേന്ദ്ര പദ്ധതി. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട പൈസ തന്നെയാണ്. അതിൽ യാതൊരു സംശയം വേണ്ട. ഞങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയുള്ളത് BJPക്കാരുണ്ടല്ലോ. BJPയുടെ MP ഉണ്ട് ഇവിടെ. BJPയുടെ MP കൈകാര്യം ചെയ്യുന്നത് ടൂറിസം വകുപ്പാണ്. ഈ തൃശ്ശൂർ നഗരത്തിൻ്റെ സാധ്യതകൾ, അതുപോലെ തന്നെ മലയോര മേഖലയുടെ സാധ്യതകൾ ഉപയോഗിച്ച് തൃശ്ശൂർ നഗരത്തിൽ നടപ്പിലാക്കിയ ഒരു ടൂറിസം പദ്ധതിയുടെ പേര് സുരേഷ് ഗോപിക്കോ BJPയുടെ പ്രതിനിധിക്കോ ഇവിടെ പറയാൻ വേണ്ടി പറ്റും. രണ്ടാമത്, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് നാഷണൽ ഹൈവേയിലെ ടോള്, പാലിയേക്കര ടോൾ. BJP തെരഞ്ഞെടുപ്പിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ടോൾ പ്ലാസ അവിടെ നിന്ന് പൊളിച്ചു മാറ്റും എന്ന് പറഞ്ഞു. ഈ അടുത്ത കാലത്തായി ഞങ്ങൾ അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയും, 10 മണിക്കൂറും 12 മണിക്കൂറും റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ബ്ലോക്ക് അനുഭവിക്കുന്നുണ്ട് സ്ഥിതി വന്നു. വരാൻ വേണ്ടി പോകുന്ന ഈ പറഞ്ഞ ടോൾ കമ്പനിയുടെ കാലാവധി കഴിഞ്ഞാൽ വീണ്ടും NHAI വീണ്ടും പണം പിരിക്കാൻ വേണ്ടി പോകും എന്ന കാര്യം പറഞ്ഞു. ഒറ്റ കാര്യം കൂടി, മാലിന്യത്തിന് പ്രശ്നം പറഞ്ഞു. മാലിന്യം, നിങ്ങൾ തൃശ്ശൂർ നഗരത്തിൽ ഏതെങ്കിലും ഒരു മാലിന്യ കൂമ്പാരം കാണാൻ വേണ്ടി പറ്റും? കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അല്ല, ഞാൻ പറഞ്ഞു നോക്കൂ, ഞാൻ കാണിച്ചു തരാം.
നിങ്ങൾ പറയണ തൊട്ട് 500 മീറ്റർ അപ്പുറത്ത് ഒരു മാലിന്യ മല ഉയരുന്നുണ്ട്. ഞാൻ പറയട്ടെ, പറഞ്ഞു മാലിന്യം സംസ്കരിക്കുന്ന സ്ഥലത്ത് കുറച്ച് മാലിന്യം കൊണ്ടിടില്ലേ, അല്ലാണ്ട് എങ്ങനെയാ എത്ര മാസങ്ങളായി എത്ര മാസങ്ങളായി നിങ്ങൾ അവിടെ പോ, 6 അവിടെ മാസങ്ങളായിട്ട് പോയി പരിശോധിക്കണം. അല്ല, മാലിന്യ പ്ലാന്റിൽ കണ്ട മാലിന്യത്തെ കുറിച്ചാണോ പ്രിന്റു പറഞ്ഞത്? അല്ലല്ല, ബയോഗ്യാസ് പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ മാലിന്യങ്ങൾ ഡംപ് ചെയ്യാണ്. അല്ല, അത് പ്രവർത്തനക്ഷമമല്ല. സാർ, എന്റെ ചോദ്യം ഞാൻ ചോദിക്കുന്നത് 6 പ്ലാന്റുകൾ പ്രവർത്തനക്ഷമമാണോ? എന്റെ ചോദ്യം റോസൽ രാജെ, ഇവിടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് 6 പ്ലാന്റുകളുണ്ട്. 6 പ്ലാന്റുകളും പ്രവർത്തനമല്ല. മാലിന്യത്തിൽ ഞാൻ ഒന്നും കൂടി പറയുന്നു, ഈ മാലിന്യം പ്ലാന്റിൽ അതിന്റെ കെട്ടിടത്തിന് അതിന്റെ സംവിധാനത്തിൽ മതിലിന്റെ ഉള്ളിൽ മാലിന്യം കാണാം, അതില്ല എന്നൊന്നും ഞാനൊന്നും പറയില്ല, അത് സത്യസന്ധമായ കാര്യം. അവിടെയാ മാലിന്യമുള്ളൂ. തൃശ്ശൂർ നഗരത്തിൽ മാലിന്യം ഒന്നും കാണാൻ വേണ്ടി സീറോ വേസ്റ്റ് കോർപ്പറേഷൻ ആണ് ശുചിത്വത്തിന്റെ കാര്യത്തിൽ വൃത്തി കോൺക്ലേവിൽ 2ാം സ്ഥാനം കിട്ടിയ കോർപ്പറേഷന്റെ പേരാണ്. അതുപോലെ തന്നെ കക്കൂസ് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി മനോഹരമായ പ്രിന്റ് വരാം. സീറോ വേസ്റ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസിൽ നിൽക്കുന്നു. ഇപ്പോൾ BJP അതിനെ ഡിഫെൻഡ് ചെയ്തു, അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന ഡിമാൻഡ് മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ അവതരിപ്പിച്ചു. അത് നമ്മുടെ നിലയിൽ ആ ചർച്ച. ഞാൻ ചോദിക്കാൻ വന്നത്, തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണം, ഇവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ, പ്രശ്നങ്ങൾ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ബാധിക്കും, സ്വാധീനിക്കും? നിങ്ങളുടെ അഭിപ്രായം പറയാം. നരേന്ദ്രമോദി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്കൊരു MP തന്നാൽ ഞങ്ങൾ നിങ്ങൾക്കൊരു മന്ത്രി തരാമെന്ന് പറഞ്ഞു. ആ മന്ത്രിയാണ് കേരളത്തിലെ കഞ്ചിക്കോടുള്ള കോച്ച് ഫാക്ടറി ഇവിടെ നിന്ന് മാറ്റി UP സ്ഥാപിച്ചത്. എങ്ങനെയാണത്? അതെ, എങ്ങനെയാണത് മനസ്സിലാവുന്നില്ല. ഇവിടെയുള്ള കേരളത്തിൽ നൽകാന്ന് പറഞ്ഞ കോച്ച് ഫാക്ടറി ഇപ്പൊ പ്രവർത്തിക്കുന്നത് UP പിന്നെ നമ്മുടെ കേരളത്തിന് വികസനമായിട്ട് ബന്ധപ്പെട്ട കിഫ്ബി ഫണ്ട് അത് കേന്ദ്ര ഫണ്ടിൽ നിന്ന് കുറയ്ക്കും എന്ന് പറയുന്ന ഇവരെങ്ങനെയാണ് കേരളത്തിന്റെ വികസനം? അല്ല, നിങ്ങളുടെ MP കേന്ദ്ര സഹമന്ത്രിയുടെ വലിയ സപ്പോർട്ട് തൃശ്ശൂരിന് ഉണ്ടോ ഇല്ലയോ? പുലിക്കളിക്ക് നൽകാന്ന് പറഞ്ഞ ഫണ്ട് വരെ നൽകാത്ത ഓഫർ ചെയ്തായിരുന്നല്ലോ. ഓഫർ ചെയ്ത് തന്നിട്ടില്ല ഇതുവരെ. അദ്ദേഹത്തിന് മനസ്സിലാക്കേണ്ടത് കഞ്ചിക്കോട് എന്ന് പറയുന്നത്, അദ്ദേഹം മനസ്സിലാക്കണം, ഈ കഞ്ചിക്കോട് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ്. അങ്ങനല്ല പറഞ്ഞ കേന്ദ്രത്തിൽ നിന്നൊരു മന്ത്രി ഉണ്ടായിട്ടും കഞ്ചിക്കോടിലെ ആ പോയ ഫാക്ടറിയെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നാണ്. 17 മാസമായി അദ്ദേഹം MP ആയിട്ട് തൃശ്ശൂരിന്റെ ഔദ്യോഗികമായി 17 മാസം ചെറിയ കാലയളവാണോ? 17 മാസം കൊണ്ട് തൃശ്ശൂരിലെ കോർപ്പറേഷൻ പരിധിയിൽ, നിങ്ങൾ മനസ്സിലാക്കണം, തൃശ്ശൂരിന്റെ കോർപ്പറേഷൻ പരിധിയിൽ 1,46,00,000 വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് സുരേഷ് ഗോപിയാണ്. അദ്ദേഹം ചോദിച്ച ഏത് ടൂറിസം പ്രോജക്ട് കൊണ്ടുവന്നു? ടൂറിസം മന്ത്രിയാണല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, പദ്ധതികൾ 14 മാസമേ ആയിട്ടുള്ളൂ. ചോദിക്കട്ടെ, 1,40,000 ഫോറൻസിക് കോളേജ്, നിങ്ങൾ മനസ്സിലാക്കണം, ഫോറൻസിക് കോളേജ് പ്രഖ്യാപിച്ചല്ലോ. നിങ്ങളുടെ പിണറായി വിജയൻ സർക്കാരോട് പറഞ്ഞ സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ നിങ്ങൾ എന്താ പറഞ്ഞത്? തൃശ്ശൂർ വേണ്ട, തിരുവനന്തപുരത്ത് ഞങ്ങൾ സ്ഥലം ഏറ്റെടുക്കാം. അദ്ദേഹം പറഞ്ഞു ഫോറൻസിക് ലാബിനെ കുറിച്ച് പറയല്ലേ, 36 ഏക്കർ സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഇവിടെ വേണ്ട, തിരുവനന്തപുരത്ത് സ്ഥലം ഏറ്റെടുക്കാൻ പറഞ്ഞാൽ തൃശ്ശൂർക്കാരുള്ള റോസൽ ചോദിച്ച കേന്ദ്രമന്ത്രിയുടെ സ്വന്തം വകുപ്പിൽപ്പെട്ട കേരളത്തിന് പറ്റുന്ന ടൂറിസം പ്രോജക്ട് എന്ത് എന്ന് ചോദിച്ചപ്പോൾ 17 മാസമേ ആയുള്ളൂ എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് പ്രിന്റു അവതരിപ്പിച്ചത്. എന്ന് വെച്ചാൽ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഫോറൻസിക് കോളേജാണ് പകരം മുന്നോട്ട് വെച്ച പ്രശ്നം. അതിനോട് മുഖം തിരിഞ്ഞു നിന്നോ? ഇതിലെ തൃശ്ശൂർ MP ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ജനപ്രതിനിധികൾ എന്താ ചെയ്യുക, ഒരു പദ്ധതി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കും. തൃശ്ശൂർ നഗരത്തിൽ MP ഫണ്ടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ഇന്നേ വരെ പങ്കെടുക്കാത്ത, ചിലപ്പോൾ രാജ്യത്ത് തന്നെ ഇങ്ങനെ പങ്കെടുക്കാത്ത ഒരു MP BJPക്ക് മാത്രമേ ഉള്ളൂ, സുരേഷ് ഗോപി. ഞാൻ പറയുന്നതല്ലോ, ഈ നാട്ടിലെ ഭരണ സംവിധാനങ്ങളിലൊക്കെ നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും. ഒരു യോഗത്തിൽ പോലും BJPയുടെ പ്രതിനിധി എന്ന രീതിയിൽ MP വികസന പ്രവർത്തനങ്ങളുടെ പരിശോധന നടത്താൻ വേണ്ടി പങ്കെടുത്തിട്ടില്ല എന്നത് നീ പറയുന്ന വാക്ക് പ്രിന്റു പറഞ്ഞ വിശദീകരണം കിട്ടി. ഇനി ആ വിമർശനം ഒന്ന് പൂർത്തിയാക്കണം. പങ്കെടുത്തു എന്നാണ് പറഞ്ഞത്. അത് അവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. നോണ പറയാൻ എന്താ, വളരെ സുഖമായ കാര്യമല്ല ഞാൻ ആധികാരികമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ വിവരാവകാശ രേഖ വെച്ചിട്ട് ഞങ്ങൾ പുറത്തെടുത്ത കാര്യമാണ്. ഏതാണ്ട് പാവർട്ടിയിൽ ഒരു റോഡ് മാത്രമാണ് MP ഇത്ര കാലമായി പണി പൂർത്തീകരിച്ച ഒരു പദ്ധതി എന്നത് പറയാൻ വേണ്ടി പറ്റും. കുറെ കോടിക്കണക്കിന് രൂപ MP ഫണ്ട്. നോക്കൂ, ഇതാണ് പ്രഖ്യാപനം. പ്രഖ്യാപനം പറഞ്ഞല്ലോ, ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ പ്രഖ്യാപനം. ഒറ്റ ഒരു ഉദാഹരണം കൂടി പറയാം.
ഒരു ഉദാഹരണം പറയും. ബിജെപിയുടെ പേജിലും സുരേഷ് ഗോപിയുടെ പേജിലും കുറെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ നിങ്ങളുടെ ബിജെപിയുടെ പ്രതിനിധി വെല്ലുവിളിക്കുന്നു. ഒരു പദ്ധതി കണ്ണു തുറന്ന് വീക്ഷിക്കുന്ന മനുഷ്യരെ കാണാൻ വേണ്ടി ഇത്രയുള്ള ചോദ്യം. UDF ഈ തർക്കത്തിൽ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് വലിയ ക്ഷീണം സംഭവിച്ചാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പ്രതാപനെ മാറ്റുന്നു, മുരളീധരൻ വരുന്നു, മുരളീധരൻ തോക്കുന്നു, പ്രതാപൻ മുരളീധരനെ വല്ലാതെ വീർപ്പ് തുടയ്ക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സീനുണ്ടായി. പക്ഷേ ഒരു റിസൾട്ടും ഉണ്ടായില്ല. ഇപ്പോൾ ഈ സംസാരിച്ച സീനിൽ UDF എന്ത് സ്പേസ് ആണ്, എന്താണ് പറയാൻ? ഇത് സ്വാഭാവികമായിട്ടും ഇവർ രണ്ടു കൂട്ടരും പറയുന്ന തർക്കങ്ങളിൽ പരസ്പരം വാഗ്ദാനങ്ങളെ കുറിച്ചുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഇതിൽ പരസ്പര ധാരണയോടുകൂടെ മുന്നോട്ട് പോയ ആളുകളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ നമുക്കറിയാം. ഏറ്റവും വോട്ട് ചോരി നടന്ന കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലം കൂടെയാണിത്. അതിന് ഒത്താശ ചെയ്തിട്ടുള്ളത് ഈ കോർപ്പറേഷൻ തന്നെയാണ്, ഇത് ഭരിക്കുന്ന ആളുകൾ തന്നെയാണ്. അത് തെരഞ്ഞെടുപ്പിന് മുൻപും പിൻപും സ്ഥാനാർത്ഥിയെ ന്യായീകരിക്കുന്ന ഒരു ചുമതല ഏറ്റെടുത്ത മേഖലയുള്ള സ്ഥലമാണ്. വോട്ട് ചോരിയും രാഹുൽ ഗാന്ധി എടുത്തിട്ട് പ്രിന്റുവിനെ പ്രകോപിപ്പിക്കാൻ നോക്കരുത്. ഇതിന് പ്രകോപനമല്ല. ഈ കോർപ്പറേഷൻ അനുവദിച്ച റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വെച്ച് വോട്ട് ചേർത്തിയത് എന്ന് പറയുമ്പോൾ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വെച്ച് വോട്ട് ചേർത്തിയെന്ന് BJP തന്നെ പറയുന്നു. ഈ കോർപ്പറേഷൻ ആരുടേതാണ്? തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു, കുടിവെള്ളത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് നമുക്ക് കോർപ്പറേഷനിൽ വന്ന കുടിവെള്ളം ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള വെള്ളമാണ്. ഞാൻ ഇപ്പോൾ കാട്ടിത്തരാം. ഇത് ബീച്ചിൽ നിന്ന് ഇന്നെടുത്ത കുടിവെള്ളമാണ്. 80 കോടി രൂപ ഈ ശുദ്ധീകരണത്തിന്, ജലശുദ്ധീകരണത്തിന് നമ്മൾ 80 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് ചിരിക്കുന്നത് എന്താ കഥ? ഒരു മിനിറ്റ്, ഇത് അല്ലല്ല, നിങ്ങൾ പറഞ്ഞ കണ്ണീര് പോലത്തെ വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞത്. കണ്ണീര് വെള്ളം പറഞ്ഞ വികസനം നടന്നില്ലേ? തൃശ്ശൂരിൽ വികസനം നടന്നില്ലേ? തൃശ്ശൂരിൽ വികസനം നടന്നില്ലേ? തൃശ്ശൂരിൽ വികസനം ഒരു പാവപ്പെട്ട ഒരു കുടുംബങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു ബാത്റൂം ഈ റൗണ്ടില് ഇവിടെ ഒരു ബാത്റൂം ഉണ്ടാവും. ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇവിടുന്ന് വെള്ളം പിടിക്കാൻ നമുക്ക് കോർപ്പറേഷന്റെ വെള്ളം ചളിവെള്ളാണെങ്കിൽ നിങ്ങൾ പറയുന്നത് സമ്മതിക്കാം. ചളിവെള്ളാണെങ്കിൽ ഇവിടുത്തെ ടാപ്പിൽ നിന്ന് പിടിക്കാന്നോ? കോൺഫിഡന്റ് ആണ് സുഹൃത്തെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഗവൺമെന്റിന്റെ 80 കോടി രൂപ ഇത് എങ്ങോട്ട് പോയി? ഇത് എന്താണ്? 20 കോടി അത് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് തന്നെ പറയാൻ കഴിയില്ല ഇതിനകത്ത് എന്താ സംഭവിച്ചത്. അദ്ദേഹത്തിന് കേസുണ്ടോ? അദ്ദേഹം പറഞ്ഞു അദ്ദേഹം തൃശ്ശൂരിന്റെ വികസനത്തെ സഹായിക്കുന്നില്ല എന്നുള്ള വിമർശനം കൂടിയാണ്. ഒരു കാര്യം പറയാം. BJPയുടെ ഒരു മുഖം, BJPയുടെ ഒരു ചിത്രം ഞാൻ തുറന്നു കാണിക്കും. തൃശ്ശൂർ കോർപ്പറേഷൻ ഇതൊക്കെ വളരെ രസകരമാണ്. ചെളി വെള്ളം എടുത്ത് കുടിച്ചു. ഇതൊക്കെ എന്ത് നാണം കെടാൻ വേണ്ടി ഞാൻ പറഞ്ഞു നോക്കൂ. എന്തൊക്കോ ഒരൊറ്റ കാര്യം, തൃശ്ശൂർ നഗരത്തിലെ ഞാൻ പറഞ്ഞു നോക്കൂ. തൃശ്ശൂർ നഗരത്തില് വെള്ളം വരുന്നതിന് പ്രത്യേകത ഉണ്ട്. സാധാരണ നഗരസഭയിലെ മുനിസിപ്പാലിറ്റി പോലും പീച്ചി ഡാമിന്റെ മുകൾ തട്ടിൽ നിന്ന് ഫ്ലോട്ടിംഗ് പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് വെള്ളം ശേഖരിക്കുക. ഇവർക്ക് അറിയണ്ടാവില്ല. അപ്പോൾ ഫ്ലോട്ടിംഗ് സംവിധാനം വെച്ച് മുകൾ തട്ടിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നു, ചെളിവെള്ളം വരാതിരിക്കാൻ വേണ്ടി. രണ്ടാമത് വെള്ളം പ്ലാന്റിലെത്തും. തൃശ്ശൂർ നഗരത്തിൽ പ്ലാന്റിൽ എത്തിക്കഴിഞ്ഞാൽ പ്ലാന്റിൽ ഒരു റൗണ്ട് ശുദ്ധീകരണം നടക്കും. രണ്ടാമത് അണുയുക്തമാക്കാൻ വേണ്ടിയുള്ള ശുദ്ധീകരണം നടക്കും. ഞാൻ ഈ BJP പ്രതിനിധിയെ വിളിക്കുന്നു. നമുക്കതേ തൃശ്ശൂർ നഗരത്തിൽ വെള്ളം വരുന്ന സ്ഥലമാണ് ഈ പരിപാടി നടക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് വെള്ളം പിടിക്കും. ഒന്നും വേണ്ട. നമുക്കിത് തൃശ്ശൂർ നഗരത്തിൽ നിങ്ങൾ ഈ ചാനലിന് മുന്നിൽ നിങ്ങൾ തുറന്നു കാണിച്ചു, എന്ത് വേണമെങ്കിലും കാണിച്ചു. തൃശ്ശൂർ നഗരത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അറിയാലോ, അവരുടെ അനുഭവം അല്ലേ. നിങ്ങൾ എന്ത് കാപട്യോ എന്ത് വേണമെങ്കിലും കാണിച്ചു. ഞങ്ങൾക്കതൊരു പുല്ല് വില കളിപ്പിക്കുന്നുള്ളൂ. ഈ കുടിവെള്ളം, ഈ ചെളിവെള്ളം ഇവിടുന്ന് കൊണ്ടുവന്നോ ഞങ്ങൾ ഒരൊറ്റൊരു കാര്യം കൂടി. തൃശ്ശൂർ നഗരത്തിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവർ കാണിച്ചിട്ടുണ്ട്. ഈ അടുത്ത് ബിനി ടൂറിസ്റ്റ് ഹോം മനോഹരമായിട്ടുള്ള ഒരു കോംപ്ലക്സ് ഈ കോർപ്പറേഷന്റെ പേരിലുള്ള റെസ്റ്റ് ഹൗസ്, അവിടെ ഒരു അഴിമതി ആരോപണം. സുഹൃത്തൊന്നും ഞാൻ പറഞ്ഞു നോക്കൂ. BJPക്കാർ കേസിന് പോയി.
അഴിമതി ആരോപണം ഉന്നയിച്ചിട്ട്. എന്നിട്ട് ഹൈക്കോടതി വിധി എന്താ വന്നു പറയും, 6 ലക്ഷം രൂപ വീതം ഇവരുടെ കൗൺസിലർമാര് സുപ്രീം കോടതി എന്ന് പറഞ്ഞു. സുപ്രീം കോടതി എന്ന് പറഞ്ഞു. സുപ്രീം കോടതി പറയട്ടെ. നിങ്ങൾ നോക്കണം, ഒരു സ്വകാര്യ വ്യക്തിക്ക് തൃശ്ശൂർ കോർപ്പറേഷനിൽ വൻകിട അഴിമതി നടത്താൻ പ്രിന്റു ഹൈക്കോടതിയിൽ നിന്ന് റോസൽ പറഞ്ഞ പോലെ ആ കേസുമായി പോയപ്പോൾ നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായോ? നിങ്ങളുടെ കൗൺസിലർമാരോട് 6 ലക്ഷം വീതം കെട്ടിവെക്കാൻ പറഞ്ഞോ? ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായെങ്കിലും ഞങ്ങൾ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം നടത്തിയിട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കുക, സ്വകാര്യ വ്യക്തിക്ക് ഞാൻ പറഞ്ഞ കോടതി അഴിമതി പൊളിഞ്ഞു എന്നല്ലേ പ്രിന്റു ഉന്നയിച്ച അഴിമതി ആരോപണം സുപ്രീം കോടതി പോയപ്പോൾ അതിന് എന്ന് വെച്ചാൽ ഉന്നയിച്ച അഴിമതി ആരോപണം പൊളിഞ്ഞു, അല്ലെങ്കിൽ അത് ഒരിക്കലും ഇല്ല സാർ. ഹൈക്കോടതി ശരിവെച്ചില്ല എന്നല്ല. ഹൈക്കോടതി വിധിയെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. സുപ്രീം കോടതി വിധി വന്നിട്ടില്ല. പരാമർശം എന്താണ്? അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുമ്പോൾ അതിന് എങ്ങനെയാണ് പിഴയിടുക എന്നാണ് ചോദിച്ചത്. ഇവിടെ മനസ്സിലാക്കണം, പിഴയിട്ടു ഹൈക്കോടതി അതല്ല റോസൽ പറഞ്ഞത്. അത് കൗൺസിലർക്കാണോ? ബിജെപി കൗൺസിലർ അഴിമതിക്കെതിരെ ടൂറിസത്തിന്റെ വകയിൽ സാറ് പറഞ്ഞു കുടിവെള്ളത്തിൻ്റെ ക്ഷാമം പറഞ്ഞു. ഞാൻ അഞ്ചേരി മരിയപ്പുറം ഭാഗത്ത് താമസിക്കുന്നത്. അവിടെ ഒരു 10-200 വീട്ടുകാർക്ക് അടുത്ത് പൈപ്പ് കിട്ടി. പൈസ ഒന്നും മേടിച്ചിട്ടില്ല. നമ്മൾ മാസം മാസം കുറച്ച് പൈസ കൊടുത്താൽ മതി. എല്ലാ വീട്ടിലും ഇപ്പം നന്നായി വെള്ളം കിട്ടുന്നുണ്ട്. അത് ജൽജീവൻ മിഷൻ സാറ് പറഞ്ഞു കുടിവെള്ളം ഒരിക്കലും കിട്ടണില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അടിപൊളിയായിട്ട് വെള്ളം കിട്ടുന്നില്ല. കുടിവെള്ളം കിട്ടാത്ത പ്രദേശങ്ങളുണ്ട്. ഏതാണെന്നാ ചോദിക്കുന്നത്? ഒരു മിനിറ്റ് അതെ, പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ച പൈപ്പ് ലൈനുകൾ ഏത് പ്രദേശം? സ്ഥാപിച്ച പൈപ്പ് ലൈനുകൾ എവിടെയാണെന്ന് സാറേ അടിപൊളി. അല്ല, വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞു. അത് മധ്യപ്രദേശിലാണോ കിട്ടാത്തത്? അതെ, നമ്മൾ മധ്യപ്രദേശിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. തൃശ്ശൂർ കോർപ്പറേഷന്റെ നഗരപ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളം ലഭിക്കുന്നത് ഈ ഇട്ട പൈപ്പ് ലൈനുകൾ തന്നെ ഈ കലങ്ങിയ വെള്ളങ്ങൾ. നമ്മൾ ഈ പറഞ്ഞ ടൂറിസ്റ്റ് ഹോം ഇഷ്യൂ കൂടി പ്രതിനിധിയോടാണ് എൻ്റെ ചോദ്യം. ലാലൂർ സ്റ്റേഡിയം കണ്ടില്ല നിങ്ങൾ? ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വരൂ. ലാലൂരിൽ IM വിജയൻ്റെ പേരിലുള്ള സ്റ്റേഡിയം. പാലക്കാട് നിങ്ങൾ ഭരിക്കുന്ന ഒരു സ്റ്റേഡിയം ഇന്നലെ TV കാണിച്ച് പാമ്പും സാമൂഹ്യദ്രോഹികളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഒരു സ്റ്റേഡിയം. ഇത് രണ്ടും നിങ്ങൾ താരതമ്യപ്പെടുത്തി നോക്കി ഏതാണെന്നില്ല. നല്ല താരതമ്യമാണ്. മറുപടി പറയുന്നത് അല്ല, ഞാൻ പറയുന്നത് അവിടുത്തെ സ്റ്റേഡിയത്തിന് കിഫ്ബിയുടെ ഫണ്ട് നിങ്ങൾ അനുവദിച്ചിട്ടില്ല. ഇവിടെ കിഫ്ബിയുടെ ഫണ്ട് കൊണ്ടാണ് സ്റ്റേഡിയം പണിതത്. ഞാൻ പറഞ്ഞു, നാടിൻ്റെ പുരോഗതിയിൽ സ്റ്റേഡിയം അത് നോക്കണം. IM വിജയൻ്റെ സ്റ്റേഡിയം പണിതപ്പോൾ തൃശ്ശൂർക്കാരൻ്റെ സ്വകാര്യ അഹങ്കാരമായിരുന്ന സ്റ്റേഡിയം വിറ്റുതുളച്ചു നിങ്ങൾ. 3 കോടി രൂപയ്ക്ക് ഒരു സ്വകാര്യ വ്യക്തികൾക്ക് ഇവിടുത്തെ IM വിജയനും ജോപ്പോൾ അഞ്ചേരി അടക്കം കളിച്ചു വളർന്ന സ്റ്റേഡിയം കരാർക്കാർക്ക് FC കൊച്ചി എന്ന് പറയുന്ന ആളുകൾക്ക് വിറ്റു തുലച്ചു നിങ്ങൾ. അപ്പൊ നിങ്ങൾ സ്റ്റേഡിയത്തിന് സ്നേഹം പറയല്ലേ? ഞങ്ങളുടെ കുട്ടികള് കളിച്ചു വളർന്നിരുന്ന ആയിരക്കണക്കിന് കായിക പ്രതിഭകളെ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റേഡിയം വിറ്റു തുലച്ചു നിങ്ങളുടെ കോർപ്പറേഷൻ. ഞാൻ റോസൽ വരുന്നതിന് മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സ്വാധീനിച്ച മാധ്യമ വാർത്തകൾ ഒരുപാട് മാധ്യമങ്ങളിൽ വന്നു, ഞങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിലൊരു കാര്യം പക്ഷെ പറയേണ്ടതുണ്ട്. ഈ പാലക്കാട്ട് നഗരസഭയ്ക്ക് കീഴിൽ വരുന്ന ആ സ്റ്റേഡിയം വളരെ ദയനീയമായ ഒരു അവസ്ഥയിൽ കിടക്കുന്ന മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. അതിലൊരു ഭാഗം കൂടി ഞാൻ പ്രിന്റിൻ്റെ കൂടി ശ്രദ്ധയിൽ വരികയാണ്. ഞാൻ അത് തർക്കത്തിന് വേണ്ടിയിട്ടല്ല. അങ്ങനൊരു ഘട്ടം വന്നപ്പോൾ അവിടെ നിന്നുള്ള മന്ത്രിയായിട്ടുള്ള MP രാജേഷ് പൊതുപരിപാടിയിൽ തന്നെ പറഞ്ഞു, ഈ സ്റ്റേഡിയം കിഫ്ബിയിൽപ്പെടുത്തി കേരളത്തിൻ്റെ ഒരു പൊതുമികവിലേക്ക് നമ്മൾക്ക് കൊണ്ടുപോകാം. നഗരസഭ സന്നദ്ധമാണ് എങ്കിൽ നഗരസഭ അതിന് സന്നദ്ധമായില്ല എന്ന് പറയുന്ന ഒരു നിലപാട് കൂടി ആ വാർത്തയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. റോസൽ, പക്ഷേ ഒരു വിമർശനം ഇവിടെ ഉന്നയിച്ചത് പ്രിന്റു വേണ്ട. നിങ്ങൾ ലാലൂരിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു സ്റ്റേഡിയത്തിൻ്റെ പ്രശ്നം പറഞ്ഞു. അത് വളരെ കൃത്യമായിട്ട് മറുപടി പറയാം. ഇതിലെന്താ പ്രശ്നം അറിയൂ? കേന്ദ്ര പദ്ധതി, ആ പദ്ധതി നേടിയെടുക്കൽ, വാങ്ങിയെടുക്കൽ അതാത് നഗരസഭയുടെ ആയാലും പഞ്ചായത്തുകളുടെ ആയാലും അവകാശവും അത് അവരുടെ മെറിറ്റായിട്ട് കാണണം, അവരുടെ കഴിവായിട്ട് കാണണം.
സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഏത് UDF ഭരിക്കുന്ന സ്ഥലത്തായാലും BJP ഭരിക്കുന്ന സ്ഥലത്തായാലും പ്രൊജക്റ്റ് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തരാത്ത ഒരു സംവിധാനമല്ല നമ്മുടെ ഗവൺമെൻറ്റിനകത്ത്. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ഈ നാടിൻ്റെ വികസന പ്രവർത്തനം നടത്താൻ വേണ്ടി കേന്ദ്ര ഫണ്ട് വാങ്ങുന്നതിൽ ഞങ്ങൾക്ക് ഒരു മടിയും ഞങ്ങൾ കാണുന്നില്ല എന്ന ഞങ്ങളുടെ നിലപാട്. ഞാൻ പറയുന്ന സുഹൃത്തെ, ഞാൻ കോർപ്പറേഷന്റെ കാര്യത്തിൽ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു. 3 സ്റ്റേഡിയം ഉണ്ട് ഇവിടെ. ലാലൂർ സ്റ്റേഡിയം ഉണ്ട്, പറവട്ടാനിയിൽ ഒരു മനോഹരമായ പെലയുടെ പേരിലുള്ള സ്റ്റേഡിയം ഉണ്ട്, തൃശ്ശൂർ കോർപ്പറേറ്റ് സ്റ്റേഡിയം ഉണ്ട്. ഇപ്പോൾ അവിടെ വാടകയ്ക്ക് കൊടുത്തു പറയുന്നുണ്ടല്ലോ, വിറ്റുനാണല്ലോ പറയുന്നത്, വാടകയ്ക്ക് കൊടുത്തു പറയുന്നു. അവിടെ തൃശ്ശൂർ നഗരത്തിൽ ഫുട്ബോളിന്റെ ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുക. ആയിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാർ, ഫുട്ബോൾ പ്രേമികൾ ഒത്തുകൂടുന്ന ഒരു കേന്ദ്രമായി തൃശ്ശൂർ കോർപ്പറേഷന്റെ ഗ്രൗണ്ട് മാറി. അവിടെയല്ലേ SLKയുടെ സൂപ്പർ ലീഗ് കേരളയുടെ സെമി നടക്കുന്നത്? സൂപ്പർ ലീഗ് ഇവർക്ക് എന്താ അറിയോ, ഇവർക്ക് ഞാൻ ഒന്ന് പറയട്ടെ, നമ്മൾ ആധികാരികമായിട്ട് കാര്യങ്ങൾ രാഷ്ട്രീയ അന്ധതയോട് പറയില്ല. നിങ്ങൾ നല്ല വികസനം പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയും, നല്ലതാണെന്ന് പറയും. അതുപോലെ തന്നെ ആര് വികസനം നടത്തി കഴിഞ്ഞാലും നല്ലതാണെന്ന് പറയാൻ വേണ്ടിയുള്ള മനസ്സ് കാണിക്കണം. അതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന രീതിയിൽ ഉത്തരവാദിത്തത്തിൽ കൈകാറുണ്ട്. ഞാൻ ഇവിടെ കുടിവെള്ളത്തിൻ്റെ ഒക്കെ, ഞാൻ എനിക്ക് വീണ്ടും പോകല്ല, ഞാൻ ഇപ്പോഴും പറയും, ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ഇവർ വെള്ളത്തിൻ്റെ കുപ്പി പിടിച്ച് പൊന്നിച്ചു കൊടുത്തു, അത് കാണിക്കണമല്ലോ. അത് കാണിക്കുമ്പോൾ അതൊരു തിരിച്ചടി ഉണ്ടാവുക ആ കാണിച്ച വ്യക്തികൾക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ നിങ്ങൾ എന്തിനാ അശ്രദ്ധാവുന്നത്? ഇത് എല്ലാവരും കാണുന്ന സ്ഥലങ്ങളല്ല, എല്ലാവരും കാണുന്നതല്ല. അത് മാത്രമല്ല, എന്താ സംശയം? അത് വാടകയ്ക്ക് കൊടുത്തു. എന്തിനാണ് സ്വകാര്യ വ്യക്തികൾക്ക് ഈ സ്റ്റേഡിയം നിങ്ങൾ കൊടുത്തത്? എന്തിനാ? എന്താ സംശയം? വാടകയ്ക്ക് ആയിരക്കണക്കിന് കായിക പ്രതിഭകൾ നിത്യേന പരിശീലനം നടത്തിയ സ്ഥലത്തേക്ക് ഇന്നൊരു പ്രൈവറ്റ് കമ്പനിയുടെ അനുവാദം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കയറാൻ സാധിക്കുള്ളൂ. തൃശ്ശൂരിലെ പൗരപ്രമുഖന്മാർ മോർണിംഗ് വാക്ക് നടത്തിയിരുന്ന സ്ഥലം 2. ഇനി അദ്ദേഹം പറഞ്ഞല്ലോ PT ഉഷയുടെ നോക്കണം, സ്പോർട്സ് മന്ത്രാലയത്തിൽ ശരത് സാറേ, PT ഉഷ MPയുടെ സ്പോർട്സ് മന്ത്രാലയത്തിന് കീഴിൽ 10.2 കോടി രൂപയാണ് അനുവദിച്ചത്. ഏതിന്? ഇവരിപ്പോ വിറ്റു തുളച്ച സ്റ്റേഡിയത്തിന്. അന്ന് അത് തന്നെ തെറ്റല്ലേ? വിൽക്കാത്തതിനെ വിറ്റു എങ്ങനെ പറയും സാർ? വിറ്റു തുളച്ചു അല്ല, നിങ്ങൾ വാടകയ്ക്ക് കൊടുത്താലും മിൽക്ക് വിറ്റതുപോലെ തന്നെ. നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുത്താൽ 10.2 കോടി രൂപ ആ സ്റ്റേഡിയത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് PT ഉഷ അനുവദിച്ചപ്പോൾ അതിനെ ഒബ്ജക്ഷൻ പറഞ്ഞ് റദ്ദാക്കി, വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പദ്ധതി ഇപ്പോൾ പോയിട്ടുള്ള ക്രൈസ്റ്റ് കോളേജിലേക്ക് അവർ കൊണ്ടുപോയി. ഞങ്ങൾ അത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു യാതൊരു സംശയം വേണ്ട. അതിന്റെ ഒരു ഗുണം ഈ നാട്ടിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ഉണ്ടാവുന്നുണ്ട്, ആ ഗ്രൗണ്ടിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്ക് യാതൊരു സംശയം വേണ്ട. ഞങ്ങൾ ക്ലിയർ ആയിട്ട് പറയുന്നു, ഞങ്ങൾ അത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിന് ഞങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. രണ്ടാമത്തെ കാര്യം, ഇവർ വഴി തിരിച്ചുവിടാ ചർച്ചയാണ്. BJP ചെയ്ത വികസന പ്രവർത്തനം, MP ചെയ്ത വികസന പ്രവർത്തനത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഒരു അക്ഷരം ഇവിടെ ഇത്ര നേരമായിട്ട് മിണ്ടാൻ വേണ്ടി ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്, പുലിക്കളി നടന്നപ്പോ വാഗ്ദാനങ്ങൾ കൊടുത്തു. വാഗ്ദാനങ്ങൾ ഒരു മിനിറ്റ്. ഒഫീഷ്യലെ സംസ്ഥാന സർക്കാരിന് കൊടുത്ത ആധികാരിക രേഖയാണ്. പണം മേടിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. എന്റെ സുഹൃത്തെ, പുലിക്കളി അങ്ങനെയാണ്. പുലിക്കളിയുടെ തലേദിവസമാണ് ഈ ഓർഡർ വരുന്നത്. ഓർഡറിൽ വരുന്ന പ്രത്യേകത എന്താ അറിയോ? പുലിക്കളി സംഘടിപ്പിക്കുന്ന സംഘങ്ങളെല്ലാം ഈ പണം ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞ കേന്ദ്ര ടൂറിസം വകുപ്പിൻ്റെ എംബ്ലവും ലോഗോയൊക്കെ പ്രദർശിപ്പിക്കും. തലേദിവസം സർക്കിൾ വരുന്നു. എല്ലാ ഒരുക്കങ്ങൾ കഴിഞ്ഞു നിൽക്കുന്ന പുലിക്കളി സംഘങ്ങളോട് വെക്കുന്നൊരു കാര്യം, ഇനി ഇതുണ്ടായി ഇത്ര മാസമായി ഇവിടെ നടക്കുന്ന ഒരു ചർച്ചയിലാണ് ഈ വിഷയം ഉയർന്നു വന്നത്. BJPയുടെ പ്രതിനിധി ആകെ പ്രതിസന്ധിയിലെ ആ സമയത്താണ് ഈ പ്രിയപ്പെട്ടവരെ BJPയുടെ പ്രതിനിധികൾ കളക്ട്രേറ്റിൽ പോയി ഇതിൻ്റെ വസ്തുതകൾ അന്വേഷിക്കുന്നത്. ഒരു പൈസ പോലും ഇത്ര കാലമായിട്ട് ഈ പറഞ്ഞ ആളുകൾ സംസ്ഥാന സർക്കാരല്ല കൊടുക്കുന്നത്. സംസ്ഥാന സർക്കാർ 50,000 രൂപ നിങ്ങൾ പാസ്സാക്കിയിരുന്നല്ലോ, കൊടുത്തോ? 1.5 ലക്ഷം സംഘത്തിന് നോക്കൂ. ഇവിടെ സുരേഷ് ഗോപി കൊടുത്തോന്ന് ചോദിക്കുമ്പോൾ സംസ്ഥാനം കൊടുത്തോന്ന് ചോദ്യം മതിയോ? ശ്രീ ബിജു കെ, സെക്രട്ടറി ടൂറിസം, ഗവൺമെന്റ് ഓഫ് കേരള.
ഇവർക്ക് കൊടുത്താൽ അതെ, 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 അതെ. ആരോട് ഈ വെല്ലുവിളിക്ക് നോക്കണം? ഞങ്ങൾ കോർപ്പറേഷൻ പുലിക്കളി നടക്കുന്നു. 1.5 ലക്ഷം രൂപ പുലിക്കളി ആരംഭിക്കുന്നതിന് തലേ ദിവസം കൊണ്ട് പുലിക്കളി സംഘങ്ങൾക്ക് കൊടുത്തത് സംസ്ഥാന സർക്കാർ എന്റെ സുഹൃത്തെ ഞാൻ പറയട്ടെ. പറയൂ നിങ്ങൾ. അപ്പോ അത് കഴിഞ്ഞ് 3.25 ലക്ഷം രൂപ ഈ പറഞ്ഞ പുലിക്കളി സംഘങ്ങളുടെ കയ്യിൽ ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമാണോ, 120 ലിറ്റർ മണ്ണെണ്ണ, പുലിക്കളിയുടെ വേഷം എല്ലാം കഴുകി കളയാൻ വേണ്ടി മണ്ണെണ്ണ കൊടുത്ത് നമ്മളാണ്. കുടിവെള്ളം കൊടുക്കുന്നു, ട്രോഫികൾ കൊടുക്കുന്നു, അതിന്റെ സമ്മാന തുക വർദ്ധിപ്പിക്കുന്നു. ആ ബി ജെ പി എന്ത് ചെയ്തു? 1 രൂപ പോലും ഇവിടെ കൊടുത്തിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ താങ്കളോട്, ഇതിനകത്ത് സുരേഷ് ഗോപി ഒരു പ്രഖ്യാപനം നടത്തി. അത് ഇതിന് അധികമായി കിട്ടുന്ന ഒരു ആശ്വാസകരമായ പ്രഖ്യാപനമായി എടുത്തു. പക്ഷേ ആ പ്രഖ്യാപനത്തിന്റെ നിർദ്ദേശങ്ങൾ ഈ പറഞ്ഞ പോലെ തലേ ദിവസം ചില നിർദ്ദേശങ്ങൾ വെച്ചാൽ അവർക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. ഈ കാലമായിട്ടും അവർക്ക് ആ പാവങ്ങൾക്ക് അത് മേടിച്ചു കൊടുക്കാൻ എന്തേ ബി ജെ പി താല്പര്യപ്പെടുന്നുണ്ടല്ലോ. നോക്കൂ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ടൂറിസം ഇതുവരെ കുറച്ചു കാലങ്ങളായിട്ട് ആളുകളെ ഇവിടെ തമ്മിൽ പല വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്ന ഡേറ്റ് നോക്കൂ. എന്തോ പറയുന്നതിൽ അല്ല, ഇതിൽ കൃത്യമായിട്ട് 7/9/2025 ശ്രീ ബിജു കെ, സെക്രട്ടറി ടൂറിസം, ഗവൺമെന്റ് ഓഫ് കേരള. ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് പണം അനുവദിച്ച രേഖയാണ്. കേന്ദ്രം അനുവദിക്കുന്ന ഏത് പദ്ധതിയുടെയും പണം അത് മേടിച്ചു കൊടുക്കുകയും അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് സാർ. എവിടെയാണ് കേന്ദ്രം ഈ സർക്കുലർ വായിച്ചു നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം പ്രദർശിപ്പിക്കണം. ഈ മാനദണ്ഡങ്ങളെല്ലാം അംഗീകരിച്ച് അവിടെ ചെന്നാലേ പണം കിട്ടുള്ളൂ. ഞങ്ങൾ എന്തിനാ ഉന്നയിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ. ഈ വിഷയം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് പുലിക്കളി സംഘങ്ങൾക്ക് ഈ പണം ലഭിക്കണം. അതിന് ഇതുപോലെ ചർച്ചകൾ ഉയർന്നു വരണം. ചർച്ചകൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് അത് പറയാലോ, അഭിമാനത്തോടെ പറയാൻ വേണ്ടി പറ്റുമല്ലോ. ജനങ്ങൾക്ക് മുമ്പിലുള്ള ഒന്നാണോ? തീർച്ചയായും ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. തൃശ്ശൂരിലെ ജനങ്ങളുടെ ഒരു സാംസ്കാരികമായ ഏറ്റവും വലിയ ഒരു അടിസ്ഥാനമായ ഒരു സംഗതിയാണിത്. ഇതിന് ഒരാൾ കൊടുത്തു എന്ന് പറയുന്നു, മറ്റൊരാൾ കിട്ടിയില്ല എന്ന് പറയുന്നു. വാങ്ങുവാനോ കൊടുക്കുവാനോ കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നില്ല. പിന്നെ നേരത്തെ സൂചിപ്പിച്ച് ഈ വാടകയ്ക്ക് കൊടുക്കുന്ന കഥ, RSS ഇന്ത്യ മഹാരാജ്യത്ത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാമ്പത്തിക പോളിസിയുടെ ഭാഗമാണിത്. എയർപോർട്ടുകൾ കൊടുക്കുന്നു, മറ്റുള്ളത് കൊടുക്കുന്നു. RSSന്റെ സാമ്പത്തിക നയമാണ്. BOT വ്യവസ്ഥകളൊക്കെ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് തീരെഴുതുന്ന, പൊതുമേഖലകളെ സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതുന്ന അവസ്ഥ. തൃശ്ശൂർ കോർപ്പറേഷൻ പോലുള്ള ഒരു സ്ഥലത്ത് ഒരു സ്റ്റേഡിയം നടത്തുവാനുള്ള നടത്തിപ്പിനുള്ള ഒരു കഴിവ് തൃശ്ശൂർ കോർപ്പറേഷൻ നഷ്ടമായിട്ടില്ലല്ലോ. സ്വകാര്യ വ്യക്തികൾക്ക് ഇത് കൈമാറുക എന്ന് പറയുന്നത് അതാണ്. പുലിക്കളി പോലെയുള്ള സംഘങ്ങളിൽ ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളുടെ ആവേശമാണ്. ഈ തൃശ്ശൂർ പൂരവും വികാരമാണ്. തൃശ്ശൂർ പൂരം അത് കലക്കുക, അതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരാം. പുലിക്കളിക്ക് ഇവിടെയുള്ള ആളുകളെ പറ്റിക്കുകയാണ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. സാങ്കേതികത്വം പറഞ്ഞുകൊണ്ടാണ്. എവിടെയാ താമസിക്കുന്നത്? ഈ നഗരസഭയ്ക്കകത്താണോ? പുലികളി സംഘങ്ങളെ അറിയാമോ? അവരെന്താ പറയുന്നത്? എന്താ സ്ഥിതി? ഫണ്ട് കൊടുത്തിട്ടില്ല. തൃശ്ശൂരിലെ മുഴുവൻ ജനങ്ങൾക്കറിയാം ഫണ്ട് കൊടുത്തിട്ടില്ല. പ്രഖ്യാപനങ്ങൾ മാത്രമാണ്, ഒന്നും ലഭിക്കുന്നില്ല. ഫണ്ട് അനുവദിച്ചിട്ടുണ്ടോ? പൈസ കിട്ടിയിട്ടുണ്ടോ? പുലിക്കളി സംഘങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം തൃശ്ശൂരിലെ മുഴുവൻ ജനങ്ങൾക്ക് അല്ല ഞാൻ ചോദിക്കുന്നത്. ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട നിലയിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് റോസൽ, അങ്ങനെയാണെങ്കിൽ പ്രിന്റു ഒരു ഉത്തരവെടുത്ത് കാട്ടിയിട്ട് സംസ്ഥാനത്തെ ടൂറിസം വകുപ്പിനോട് ഇത് കൊടുക്കാൻ അല്ലെങ്കിൽ ഫണ്ട് നൽകിയെന്ന് പറയുന്നു. അതിന് ഫോളോ അപ്പ് ചെയ്യേണ്ടത് ആരാണ്? അതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ട് എങ്കിൽ അത് നീക്കി ജനങ്ങളുടെ അടുത്ത് എത്തിക്കേണ്ട ആദ്യത്തെ ഉത്തരവാദിത്വമാണ്. ഞാനത് നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചു. ഈ കാര്യത്തിൽ മാത്രമല്ല, തൃശ്ശൂർ നഗരത്തിൽ MP ഫണ്ട് ഉപയോഗിച്ച് നടക്കുന്ന നടക്കേണ്ട വികസന പ്രവർത്തനങ്ങളിൽ ഈ MP കാണിക്കുന്ന നിസ്സംഗതയുടെ പ്രശ്നമാണിത്. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ പണം കിട്ടുന്നില്ലെങ്കിൽ MP-യുടെ ഓഫീസല്ല ആദ്യം ബന്ധപ്പെട്ട് ഈ പുലിക്കളി സംഘങ്ങൾക്ക് പണം എത്തിക്കേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒറ്റൊരു കാര്യം കൂടി പറയാം. നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞതുപോലെ സ്വകാര്യവൽക്കരിച്ചു എന്നൊക്കെ പറഞ്ഞു. രണ്ടും രണ്ട് തരത്തിൽ നിൽക്കുന്നത്. ഏറ്റവും വസ്തുനിഷ്ഠമായ ഒരു കാര്യം, ഈ രാജ്യത്തെ തന്നെ വിറ്റുതൊലിക്കുന്ന സംവിധാനമാണ് BJP-യുടേതും. നിങ്ങൾ നോക്കൂ, സ്വന്തമായി വിമാന കമ്പനി ഇല്ലാത്തൊരു രാജ്യമാണ് ഇന്ത്യ. ആ വിമാന കമ്പനി
മൊത്തം ടാറ്റയ്ക്ക് കൊടുത്തു. ഇനി ഈ നാട്ടിലെ സ്വകാര്യ ഈ രാജ്യത്തിന്റെ പൊതുമേഖലാ കരിമണലും സ്ഥാപനങ്ങൾ സർവമാന സ്വത്തുക്കളും സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതി കൊടുത്ത പിണറായി വിജയൻ സർക്കാരിന് അനുകൂലിക്കുന്ന പ്രതിനിധികൾ പറയണം. അതാണ് ഞാൻ നേരത്തെ കരിമണൽ, പറഞ്ഞത്. ആ കരിമണൽ. ഒരു പോളിസിയാണ് തീരദേശം മുഴുവൻ രാജ്യത്തെ എയർപോർട്ടുകൾ മുഴുവൻ കൊടുത്തു. അത്രയ്ക്കുള്ള അധികാരമൊന്നും സംസ്ഥാനങ്ങൾക്കില്ല കേട്ടോ. ഒരു മിനിറ്റ്. ബംഗ്ലാദേശിനും സൊമാലിയക്കും എയർലൈൻസ് ഉണ്ട്. ഇന്ത്യയുടെ എയർലൈൻസ് ഇല്ല. പക്ഷേ നമുക്ക് മേക്ക് ഇൻ ഇന്ത്യ ഉണ്ട് സാർ. വ്യോമയാന മന്ത്രിയുണ്ട്. നമുക്ക് മേക്ക് ഇൻ ഇന്ത്യ ഉണ്ട്. മേക്ക് ഇൻ ഇന്ത്യ ഉണ്ട്. എയർലൈൻസ് ഇല്ല എന്നുള്ളത് ശരിയാണ്. ഇന്ത്യയിലെ എയർലൈൻസ് ഇപ്പോൾ വിസ്താര എന്ന് പറഞ്ഞ കുത്തുപാലെടുത്ത് സിംഗപ്പൂരിലെ വിസ്താര എന്ന് പറഞ്ഞ ടാറ്റ കമ്പനി നടത്തിയിരുന്ന കുത്തുപാലെടുത്ത് അടച്ചവന്റെ കയ്യിലേക്കാണ് ഇന്ത്യയിലെ വ്യോമയാന കൊടുത്തത്. 100 ഏക്കർ സ്ഥലം ഡൽഹിയിലും 50 ഏക്കർ സ്ഥലം ബോംബെയിലുള്ള ആ ടാറ്റയ്ക്കാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അവരുടെ സ്വത്തുക്കൾ തൃശ്ശൂർ കോർപ്പറേഷൻ 1960-കളിലെ KSRTC ബസ് റോഡുകളിലൂടെ ഓടിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ പ്രതിനിധികൾ തന്നെയാണ് ഇപ്പോ ലാഭത്തിലാണ്. എത്ര മനോഹരമായിട്ട് സംവിധാനം കൊണ്ടുനടക്കുന്നത്. ഈ രണ്ട് കക്ഷികളും അങ്ങോട്ട് തന്നു കൊടുത്തു ഇല്ലെന്ന് മാത്രം പറയുന്നുള്ളൂ. പക്ഷെ പുലിക്കളി സംഘങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല. അത് യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഈ എല്ലാ സംഭവങ്ങളും വിറ്റ് തളിക്കുന്നു പറഞ്ഞു. അത് സത്യമാണ്. ഇന്ത്യ രാജ്യം തന്നെ ഇനി വിൽക്കാൻ ഇല്ല. കുറച്ചും കൂടെ ഇനി എന്തെങ്കിലുമൊക്കെ ഉള്ളോ. ഈ വിറ്റ് തുളച്ച് LICയുടെ കാശ് വരെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ തന്നെ ഇവർ ഈ തമ്മിൽ തർക്കുന്നതന്നെ അടിയിൽ കൂടെ അന്തർധാരയുണ്ട് എന്നുള്ളത് വളരെ കറക്റ്റാണ്. കഴിഞ്ഞ മൻമോഹൻ സിംഗ് ആണ് ആരംഭിച്ചത്. നിങ്ങളുടെ കോൺഗ്രസ് ഗവൺമെന്റ് കാലഘട്ടത്തിലാണ്. അത്രയല്ലേ ഉള്ളൂ. നിങ്ങളുടെ പോളിസി ആരംഭിച്ചത് അന്തർധാരയുണ്ട്. പോളിസി ഉണ്ട്. ആ പോളിസിയുടെ പിറകെ നമുക്ക് രണ്ടുകൂട്ടം കൂടിയല്ലേ പൂരം കളിക്കുന്നത്. അന്തർധാരനെ സംബന്ധിച്ച് തൃശ്ശൂർ വോട്ടർമാർക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മനസ്സിലായി. അപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് നമ്മൾ കണ്ടതല്ലേ, കോൺഗ്രസിന്റെ 1 ലക്ഷം വോട്ട് കുറഞ്ഞത്. 1 ലക്ഷം വോട്ട് ഞങ്ങളുടെ വോട്ട് വർദ്ധിക്കുകയും ചെയ്തു തൃശ്ശൂർ ലോക്സഭ. അപ്പൊ ആരാ അന്തർധാര? കോൺഗ്രസും BJP. രാവിലെ സുഹൃത്തെ, രാവിലെ കോൺഗ്രസ്, വൈകിട്ട് BJP. തൃശ്ശൂർ നഗരത്തിൽ പ്രത്യേകത എത്ര നേതാക്കളാ. വേണുഗോപാൽ കോൺഗ്രസിന്റെ നേതാവ്, തൃശ്ശൂര് മത്സരിച്ചിട്ടുള്ള BJP. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും വർഗീയ ശക്തികളായി കോൺഗ്രസ് കൂട്ടുചേർന്നിട്ടുള്ള കാര്യം വസ്തുതയാണ്. തൃശ്ശൂർ നഗരത്തിലുണ്ട്. BJP ആയിട്ട് പല സ്ഥലങ്ങളിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയായിട്ട് പല സ്ഥലങ്ങളിലും അവർക്ക് സംവിധാനമുള്ള സ്ഥലങ്ങളിൽ ഇവരെ ഈ തൃശ്ശൂർ നഗരത്തിൽ, തൃശ്ശൂർ ജില്ലയിലെ പല തെരഞ്ഞെടുപ്പുകളും, ഇത് കോർപ്പറേഷൻ മാത്രമല്ല, ഈ ഗ്രാമപഞ്ചായത്തുകളിലും ഇവര് പരസ്യമായ സഖ്യം ഉള്ള കാര്യം യാഥാർത്ഥ്യം. LDF അങ്ങനെയാണെങ്കിൽ കരുതുന്നത് എന്താണ്? ഈ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള സീറ്റിന്റെ നമ്പറിൽ നിന്ന് കോൺഗ്രസ് താഴോട്ട് പോകും എന്നാണോ? BJPക്ക് ഉയരാനാകുമോ? എന്താണ് LDFന്റെ കണക്കൂട്ടൽ? കോർപ്പറേഷന്റെ കാര്യമാണ് ചോദിക്കുന്നത്. BJP സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേഷനകത്ത് അവർക്ക് വലിയ മത്സരത്തില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസും ഇടതുപക്ഷം തമ്മിലാണ് ഇവിടെ മത്സരം പ്രധാനമായിട്ട് നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. BJP ചിത്രത്തിലില്ല. ഇവിടെ ചിത്രത്തിലില്ല എന്ന് പറയാൻ വേണ്ടിയുള്ള കാര്യം, ഈ കാര്യത്തിൽ എന്ത് UDF പറയുന്നു? UDFും LDFും തമ്മിലുള്ള ശക്തമായ മത്സരം തന്നെയാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ നടക്കുന്നത്. ജനങ്ങൾ പിന്നെ ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. വർഗീയ കക്ഷികളുമായിട്ട് കൂട്ടുകൂടുന്നതിന് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുമായിട്ട് 42 വർഷം യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ കൂട്ടുകൂടിയ ആളുകളാണ്. പിണറായി വിജയൻ അതിന് വിശദീകരണം നൽകിയത് പറയാം. പിണറായി വിജയൻ അതിന് വിശദീകരണം നൽകിയത് മതേതര ചേരിയെ ശക്തിപ്പെടുത്തുന്നതിന് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ അനിവാര്യമാണ് എന്ന് പ്രഖ്യാപിച്ച് ദേശാഭിമാനിലടക്കം വന്ന വാർത്തയാണ് ആ കാലഘട്ടത്തിൽ. പിന്നെ നമുക്ക് പറ്റാത്തത് പറയുമ്പോൾ മാത്രം അവിടെ പ്രശ്നങ്ങൾ വരുന്നു, അവർ കൊള്ളരുതാത്തവരാകുന്നു. തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 300ഓളം പഞ്ചായത്തുകളിൽ 500ഓളം സീറ്റുകളിൽ വെൽഫെയർ പാർട്ടി ഗ്യാസ് സിലിണ്ടറിലും മറ്റും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കാണ് UDFകാർ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഘടകകക്ഷി സ്റ്റാറ്റസിലേക്ക് നീക്കുപോക്കുകൾ ഉണ്ടാകുന്നു. അതാണ് പറയുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന 300ഓളം പഞ്ചായത്തിൽ 500ഓളം വാർഡുകൾ വെൽഫെയർ പാർട്ടി അല്ല പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ സംഘടന പൂർണ്ണമായിട്ടും പിന്തുണ കൊടുത്ത ഇടതുപക്ഷത്തിന് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവർ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു. അവരുടെ പാർട്ടി ചിഹ്നത്തിൽ അവർ മത്സരിക്കുന്നു. UDFിന്റെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുന്നു. UDFിന് സ്ഥാനാർത്ഥി 1300 സ്ഥലങ്ങളില്ല. 3000ഓളം BJPക്ക് സ്ഥാനാർത്ഥിയിൽ അവിടെ ആർക്ക് വോട്ട് ചെയ്യുന്നു?
ബിജെപി സ്ഥാനാർത്ഥികൾ ഇല്ലാത്തോടത്താണ് സുഹൃത്തെ. UDF ആർക്കോട്ടി. ബിജെപിക്കാർ ഇല്ലാത്തോടത്താണ്. ഏറ്റവും കൂടുതൽ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ഏറ്റവും സഖ്യത്തിലുള്ളത് കൂടുതൽ UDF ആണ്. Yes, ഈ മുൻഷാർ, രാജ്യത്തിലെ ഇത് പറഞ്ഞ പോലല്ല. നിങ്ങൾ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നിടത്ത് UDFന്റെ സ്ഥാനാർത്ഥി ഏണിയിലോ കൈപ്പത്തിയിലോ കോണിയിലോ കൈപ്പത്തിയിലോ ഒന്നും മത്സരിക്കുന്നില്ല. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പോസ്റ്ററുകൾ വരുന്നു, ചിഹ്നം സിലിണ്ടർ പോലുള്ളത്. വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വളരെ സ്പെസിഫിക് ആയി മത്സരിക്കുമ്പോൾ UDF വോട്ട് ചെയ്യാണ്. അങ്ങനെ ഒരു സഹകരണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ പഴയ കാലത്തെ കഥ പറഞ്ഞു. പഴയ കാലത്ത് പറയണമല്ലോ. പഴയ സംഘടനകൾക്ക് ആധികാരികത കൊടുത്തതും അവർക്ക് അതിനുള്ള അവസരം കൊടുത്തതും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് കേരളം ഇന്നേ വരെ അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതുപോലെ ഒരു മതനിരപേക്ഷ നിലപാടെടുക്കേണ്ട ഒരു നേതാവും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. ഒന്ന്. രണ്ട്, കോൺഗ്രസിന് ഗുണം ചെയ്യുമോ ഈ ഒരു ആക്ഷേപവും വിമർശനവും? മുസ്ലിം ലീഗിന് അവരുടെ കേന്ദ്രങ്ങളിൽ ആ സ്വാധീനം ഉറപ്പിക്കാൻ ഗുണം ചെയ്യുമായിരിക്കും. പക്ഷേ കോൺഗ്രസിന് ഇത് നല്ല കച്ചവടമാണോ? കച്ചവടമില്ല, അങ്ങനെ ഒരു കച്ചവടമില്ല. അത് എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും CPM നേതൃത്വം കൊടുത്തുകൊണ്ട് പറയുന്നതാണ്. ഇവിടെ നിന്ന് മാറിയാൽ BJP തെരഞ്ഞെടുപ്പ് സമയത്തും ഒരു സ്ട്രാറ്റജിയാണ്. ഈ രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ആക്രമിക്കപ്പെട്ടല്ലോ. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന പ്രത്യേകിച്ച് മലയാളി കന്യാസ്ത്രീകളും വൈദികരും ആക്രമിക്കപ്പെട്ടു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്, ഇല്ല എന്ന അഭിപ്രായം പറയില്ല. ഈ രാജ്യത്തെ ഏത് AICയുടെ ഏത് നേതാവാണ് ആ വിഷയത്തിനകത്ത് പ്രതികരിച്ചത്? കേരളത്തിലൊരു നിലപാട്, അവിടെ ഉത്തരേന്ത്യയിൽ പോയ വേറെ നിലപാട്. എന്താ കാര്യം അറിയോ? നിങ്ങൾ അവിടെ BJP ആണ്, BJP ആയിട്ട് സഖ്യം, നിങ്ങൾ വർഗീയതയുള്ള ആൾക്കാർ തന്നെയാണ്. ഇതൊരു ചോദ്യം. നമ്മൾ ഈ ചർച്ച ഒന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ രണ്ട് കാര്യം ഉയർന്നു വന്ന ഏറ്റവും അവസാനം വന്ന ഈ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒപ്പം കോർപ്പറേഷനിൽ നിങ്ങളുമായിട്ടല്ല LDF UDF മത്സരമാണ് എന്ന വിലയിരുത്തൽ അവർ പറഞ്ഞതിനെ കുറിച്ച് കൂടി എന്തു പറയുന്നു? തീർച്ചയായും ഈ രണ്ട് മുന്നണികളും കോർപ്പറേഷനിലടക്കം ഈ മതഭീകരവാദ സംഘടനകളുമായിട്ട് സഖ്യമുണ്ട്. കൊക്കാലയിൽ പരസ്യമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും STPയും പിന്തുണയ്ക്കുന്നത് ഇടതുപക്ഷത്തെയാണ്. അതേ സമയത്ത് തന്നെ തൊട്ടപ്പുറത്തുള്ള പറവട്ടാനിയിൽ കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയും പിന്തുണയ്ക്കുന്നത് കോൺഗ്രസിനെയാണ്. പരസ്യമായിട്ട് രണ്ട് മുന്നണികളുമായിട്ട് സന്ധി ചെയ്യുകയാണ് ഈ കോർപ്പറേഷനകത്ത്. അത് കേരളത്തിലെ ഒരു പൊതുസ്ഥിതിയാണ്. STPക്ക് സ്ഥാനാർത്ഥിയെ ഇല്ല ഇവിടെ. അല്ലല്ല, ഞാൻ പറയുന്നത് കളവാണെന്ന് അവര് പറയുന്നു. പിന്നെ രണ്ടാമത്തെ BJP കളത്തിലുണ്ടോ? ഞാൻ പറയുന്നു, BJP കളത്തിലുണ്ടോ എന്ന് നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന 13-ാം തീയതി നിങ്ങൾക്കറിയാം. അപ്പൊ കളത്തിലുണ്ടാവുന്നേ ഉള്ളൂ. കളത്തിൽ മാത്രമല്ല, തൃശൂർ കോർപ്പറേഷന്റെ ഭരണം BJP തവണ പിടിക്കും. ഞങ്ങളും LDFും തമ്മിൽ മത്സരം. ഒരു സംശയം വേണ്ട, എടുത്തിരിക്കും. അതെ, നോക്കൂ, ഈ BJP ഞാനേ ഇവിടെ ചർച്ചയിലൊക്കെ ഉണ്ട്. BJPക്കാർ പറയുന്ന കാപട്യം നോക്ക്, കളവ് നോക്കൂ, ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റി ഞാൻ നോക്കൂ, കഷ്ടം നോക്കി നോക്കൂ. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ഈ പറഞ്ഞ ആളുകളായിട്ട് സഖ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റും. പരസ്യമായിട്ട് റോസൽ പറയാൻ പറ്റുമോ? കാര്യം നോക്കി പരസ്യമായിട്ട് പറയോ? ജമാഅത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും STPയുടെയും വോട്ട് വേണ്ടത് പറയാൻ പറ്റുമോ? പരസ്യമായിട്ട് ഈ പറഞ്ഞ ആളുകളുടെ വോട്ടൊന്നും വേണ്ട, വോട്ടൊന്നും വേണ്ട. ഒരു വർഗീയവാദികളുടെയും വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട എന്നതാ ഞങ്ങളുടെ നിലപാട്. അതിനെന്താ സംശയം? ശരി, ഞങ്ങൾ എത്ര പറയും? അല്ല, ഞാൻ പറയുന്നത് നോക്കൂ, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമാനത്തോടെയാണ് നേരിടുന്നത്. ഞങ്ങളെ കേരള സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം ഈ നാട്ടിലെ ജനങ്ങളെ ഏൽപ്പിച്ചു. ഈ കോർപ്പറേഷന്റെ ഉത്തരവാദിത്വം ഈ നാട്ടിലെ ജനങ്ങളെ ഏൽപ്പിച്ചു. ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിച്ചു. ഈ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിലൊന്നാണ് അതിദാരിദ്ര്യമുക്തമായ കേരളം. 2000 രൂപ പെൻഷനാക്കിയത്, സ്ത്രീ സുരക്ഷ പെൻഷൻ 1000 രൂപ കൊടുക്കാൻ വേണ്ടി പോകുന്നത്, യുവജനങ്ങൾക്ക് 1000 രൂപയുടെ പെൻഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്, ഈ നാടിനകത്ത് ലോകത്തെ തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ മേഖല ഈ കേരളത്തെയാക്കി മാറ്റിയത്, ഈ രാജ്യത്തെ ഏറ്റവും നല്ല ആരോഗ്യ മേഖല ഈ കേരളത്തിനാക്കിയത്. BJPക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? BJPക്ക് പറയാൻ വേണ്ടി പട്ടിണി ഏറ്റവും കൂടുതലുള്ള ഒന്ന് നോക്കൂ. ഒരു കാര്യം മാത്രം,
കാര്യമാണ്. നോക്കൂ, നോക്കൂ. ഈ ഇത്ര ഒരു രാജ്യത്ത് അതില് 25 കോടി ജനങ്ങൾ ഒരു മിനിറ്റ്, ഒരു ലോജിക് ആയിട്ടുള്ള ഒരു ചോദ്യം. നിങ്ങൾ തന്ന ഫണ്ടാണെങ്കിൽ സുഹൃത്തെ, ഒരു മിനിറ്റ്, നിങ്ങൾ തന്ന ഫണ്ടാണെങ്കിൽ ഈ രാജ്യത്ത് നോക്കൂ, റോസലിന്റെ ചോദ്യം. പ്രിന്റോ ഒരു കാര്യം ചോദിക്കട്ടെ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് ഈ ഫണ്ട് ഉപയോഗിച്ച് പട്ടിണി മാറ്റാൻ വേണ്ടി മാറ്റിയല്ലോ. പറ്റുന്നില്ല? സ്കൂൾ മാറ്റിയല്ലോ. ഈ രാജ്യത്തെ 25 കോടി ജനങ്ങളെ കൂട്ടത്തോടെ മാറ്റുന്നു. Okay. വോട്ടെണ്ണി കഴിയുമ്പോൾ Yes, 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 ജനസംഖ്യയേക്കാൾ yes, കൂടുതൽ yes. വോട്ടർമാരുണ്ടാകുന്നു, Okay. ഭൂരിപക്ഷം ഉണ്ടാകുന്നു. Yes, അതാണ് ഏതായാലും BJP ചെയ്യുന്നത്. അപ്പൊ ഏതായാലും 13-ാം തീയതി കാണാം. പ്രിന്റു 13-ാം തീയതി കാണാം. 13-ാം തീയതി ഏതായാലും പ്രിന്റു ചാനൽ ചർച്ചയ്ക്ക് വരും. ഉറപ്പല്ലേ? വരും. അപ്പൊ തൃശ്ശൂര് അപ്പൊ കാണാം. ഓക്കെ. റോസൽ മുൻഷാർ, നിങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെടുവോ ഇവിടെ? ഞങ്ങൾ മെച്ചപ്പെടും, തീർച്ചയായും. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്റെ ആത്മവിശ്വാസം കണ്ട, ഞാൻ പറയുന്നു ഭരണം പിടിക്കും. BJP കാരനും കോൺഗ്രസ്സുകാരനും പറയാൻ വേണ്ടി പറ്റും, മെച്ചപ്പെടും. അപ്പോ തൃശ്ശൂര് നഗരസഭ അത് കേരളം ഉറ്റുനോക്കുന്നതാണ്. ആ നിലയിൽ നിൽക്കുന്ന തൃശ്ശൂർ നഗരസഭയിൽ നിന്നുമുള്ള പടക്കളം ഇവിടെ അവസാനിക്കുന്നു. തൃശ്ശൂരിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.